ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും ഒരു കിടിലനായിട്ടുള്ള ഒരു കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ. നല്ലൊരു ഫ്ലവറിങ് ആൻഡ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ ഏതാണ് പ്ലാന്റ്, എത്രയാണ് പ്രൈസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നമ്മളെ അടുത്ത് നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ സേഫായിട്ട് തന്നെ അയച്ചു തരാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ധാരാളം ലീഫിംഗ് പ്ലാന്റ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ ഇൻഡോർ ആയിട്ട് വളർത്തുന്ന ഫ്ലവറിംഗ് ആയിട്ട് വരുന്ന പ്ലാന്റ്സ് വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു അടിപൊളി പ്ലാന്റാണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ. ഒരുപാട് വെറൈറ്റീസ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ 3 കളേഴ്സാണ് നമ്മുടെ ഇന്നത്തെ കോംബോ ഓഫറിൽ വന്നിട്ടുള്ള 3 പ്ലാന്റ്സ്. പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ പൂവിൻ്റെ കളറും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കളർ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നമുക്ക് ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ലൈറ്റ് പർപ്പിൾ കളർ, ഒരു എന്താ പറയുക, ഒരു വയലറ്റും ഉള്ള നല്ലൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പൂക്കളായ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുക. പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വലിയൊരു പോട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ലീവ്സൊക്കെ കണ്ടില്ലേ, നല്ല വലിയ ലീവ്സും കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല ഒരുപാട് മൊട്ടുകളും ഇതിൽ വിരിയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കളറ് ഈ നല്ല ലൈറ്റ് ആയിട്ടുള്ള പർപ്പിൾ കളറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും. അതായത് ഇതൊരു സക്കുലൻ ടൈപ്പിലുള്ള പ്ലാന്റ് ആണ്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ നമുക്ക് ഇത് പോട്ട് മാറ്റുമ്പോൾ വലിയൊരു പോട്ടിലേക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. നമുക്കൊരു അധികം ഹൈറ്റ് ഇല്ലാത്ത ചെറിയൊരു പോട്ടിലാണെങ്കിലും നല്ല പരപ്പുള്ളൊരു പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടൊക്കെ ഇതിൽ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ്, ഈ ഒരു ലൈറ്റ് പർപ്പിൾ കളറാണ്. രണ്ടാമത്തെ നമ്മുടെ പ്ലാന്റ് വന്നിട്ടുള്ളത് നല്ല പർപ്പിളാണ് കേട്ടോ. ഇതാണ് ശരിക്കും പർപ്പിൾ കളർ. നേരത്തെ നമ്മൾ കാണിച്ചത് കുറച്ചുകൂടി ലൈറ്റാണ്. അപ്പം ശരിക്കുമുള്ള പർപ്പിൾ കളർ ഇതാണ്. ഇതിലൊരു വൈറ്റ് ഒരു എന്താ പറയുക ഷെയ്ഡ് വരുന്നുണ്ട് ഈ ഒരു പൂവിൽ. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കണ്ടില്ലേ. അപ്പോൾ ഇതും നല്ല പോലെ ലീവ്സൊക്കെ വളർന്ന് ഇത് ഈ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീവ്സ് കാണാനും പൂക്കൾ കാണാനും തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ വട്ടത്തിൽ നിറച്ചും ഉണ്ടാവും. ഇതിൽ പൂക്കളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലയുടെ നടുവിൽ ഇങ്ങനെ വട്ടത്തിൽ നിറച്ച് പൂക്കളുണ്ടാവും. അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കളർ ഈ ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ നമ്മുടെ കളർ ഇതാ നല്ലൊരു അടിപൊളി കളറാണ്, നല്ലൊരു വയലറ്റ്, നമ്മുടെ ഒരു ഉജാലയുടെ ഒക്കെ ഒരു കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലീവ്സിലൊക്കെ കുറച്ച് ചെളി പറ്റിയിട്ടുണ്ട്. അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുള്ള ലീവ്സാണ്, കണ്ടില്ലേ. ഇത് നമ്മൾ അയക്കുന്ന പ്ലാന്റ്സ് വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഇവിടുന്ന് അയക്കുക. ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ കളർ ഈ ഒരു വയലറ്റ് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു 3 പ്ലാന്റ്സ് വന്നിട്ടുള്ളത്. വളരെ അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.